പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ ഉപേക്ഷിക്കപ്പെടുന്ന ചെങ്കൽപ്പണകളിൽ മാലിന്യ നിക്ഷേപം വ്യാപകമെന്ന ആക്ഷേപം. ഉപയോഗശൂന്യമായ മരുന്നുകൾ ഉൾപ്പെടെയാണ് ചില പണകളിൽ തള്ളിയിട്ടുള്ളത്. പാരിസ്ഥിതിക പരിഗണനകൾ ഒന്നുമില്ലാതെ പെരിങ്ങോം വയക്കര പഞ്ചായത്തിൽ നടക്കുന്ന ചെങ്കൽ ഖനനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷൻ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഖനനം കഴിഞ്ഞ ശേഷം ചെങ്കൽ പണകൾ മണ്ണിട്ട് നികത്തണമെന്നാണ് ചട്ടം. എന്നാൽ ഈ ചട്ടം പെരിങ്ങോം വയക്കരയിൽ മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെങ്ങും പാലിക്കപ്പെടുന്നില്ല. ഖനനശേഷം ബാക്കിയാകുന്ന കുഴികളിൽ മാലിന്യങ്ങൾ തള്ളുന്നതാണ് പെരിങ്ങോം വയക്കരയിൽ ഉൾപ്പെടെ കാണപ്പെടുന്നത്. മരുന്നുകളടക്കമുള്ള ആശുപത്രി മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇത്തരത്തിൽ തള്ളുന്നുണ്ട്. മഴക്കാലത്ത് കുളം പോലെ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് മിക്ക ചെങ്കൽപ്പണകളും. അതായത് ഭൂഗർഭത്തിലേക്ക് എളുപ്പം മാലിന്യങ്ങൾ ഇറങ്ങാൻ ചെങ്കൽപ്പണകൾ കാരണമാകുമെന്ന് അർത്ഥം. ഈ പണകൾ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം വെറുതെ ഇട്ട് ആളുകൾ അതിൽ വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ തങ്ങി നിൽക്കുന്ന മഴക്കാലത്ത് ഈ പണകളിൽ തങ്ങി നിൽക്കുന്ന വെള്ളം എങ്ങനെയായാലും കിണറുകളിലേക്ക് അതിൻ്റെ അംശം കലരുന്നുണ്ട്. അത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക എന്നുള്ളത് ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയായാലും നമ്മുടെ കിണറുകളിൽ ചളിവെള്ളം വരുന്നുണ്ട്. അപ്പോൾ അത് ഈ പണയിൽ നിൽക്കുന്ന വെള്ളത്തിൻ്റെ ഒരു ഇതുപോലെ വരുന്ന വെള്ളത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ പണയിൽ വേസ്റ്റ് ഉണ്ടാകുമ്പം എങ്ങനെയായാലും ഈ വേസ്റ്റിൻ്റെ അംശങ്ങൾ, വിഷങ്ങൾ, കാര്യങ്ങളൊക്കെ കിണറുകളിലേക്കും വ്യാപിക്കാനുള്ള പൂർണ്ണമായ സാധ്യതയുണ്ട്. ഉപയോഗശൂന്യമായ ചെങ്കൽപ്പണകൾ നികത്തുന്നതിന് അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.